നമസ്കാരം. നാളെ പുതിയൊരു മാസം ആരംഭിക്കുകയാണ്. കൊല്ലവർഷം നോക്കുകയാണ് എങ്കിൽ 10ാമത്തെ മാസമാണ് ഇടവമാസം. നാളെയാണ് ഇടവമാസം ആരംഭിക്കുന്നത്. മെയ് മാസം 15 മുതൽ ജൂൺ 14 വരെയാണ് ഇടവമാസം നീണ്ടു നിൽക്കുന്നത്. ഈ മാസവുമായി ബന്ധപ്പെട്ട് ജ്യോതിഷപരമായി പരിശോധിക്കുമ്പോൾ ചില നക്ഷത്രക്കാർക്ക് ശുഭകരമായ ചില കാര്യങ്ങൾ സംഭവിക്കുന്നതായ സമയം തന്നെയാകുന്നു. ഇവരുടെ ജീവിതത്തിൽ സംഭവിക്കുന്നതായ കാര്യങ്ങളും ജീവിതത്തിൽ നിന്നും ഒഴിഞ്ഞു പോകുന്നതായ ചില കാര്യങ്ങളെക്കുറിച്ചും ഈ വീഡിയോയിലൂടെ വിശദമായി തന്നെ മനസ്സിലാക്കാം. വിശേഷാൽ മാസാദ്യ പൂജകളിൽ ഉൾപ്പെടുത്താൻ ആഗ്രഹിക്കുന്നവർ പേരും ജന്മനക്ഷത്രവും കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. എന്തെങ്കിലും പ്രത്യേക ആവശ്യത്തിനായി പ്രാർത്ഥിക്കേണ്ടതായിട്ടുണ്ട് എങ്കിൽ ആ കാര്യവും രേഖപ്പെടുത്തുവാൻ ശ്രമിക്കുക. ആദ്യത്തെ നക്ഷത്രമായി പരാമർശിക്കുന്നത് ഭരണി നക്ഷത്രമാണ്. ഭരണി നക്ഷത്രക്കാരെ സംബന്ധിച്ചിടത്തോളം ശുഭകരമായ ഒരു സമയം വന്നു ചേർന്നിരിക്കുന്നതായ മാസമാണ് ഇടവമാസം. കാരണം ഈ സമയം പല രീതിയിലുള്ള ശുഭകരമായ മാറ്റങ്ങളും വന്നു ചേരാം. നക്ഷത്രനാഥനായ ശുക്രൻ ഇടവം 2ാം ആഴ്ച മുതൽ വ്യാഴയോഗത്തോടെ 2ാം രാശിയിൽ സഞ്ചരിക്കുകയാൽ ഈ സമയം നിങ്ങളുടെ ജീവിതത്തിൽ കുടുംബ സൗഖ്യം പ്രതീക്ഷിക്കാം. അതിനാൽ തന്നെ ചില അനുകൂലമായ മറ്റ് കാര്യങ്ങളും പ്രതീക്ഷിക്കാവുന്നതാണ്. ഈ സമയം പിണക്കങ്ങൾ ഒഴിഞ്ഞ് ജീവിതത്തിലേക്ക് സൗഭാഗ്യങ്ങൾ തേടിയെത്താം. കൂടാതെ നിങ്ങളുടെ ജീവിതത്തിൽ ബഹുമാനം മറ്റുള്ളവരിൽ നിന്നും ലഭിക്കുന്നതായ സമയമാണ്, അല്ലെങ്കിൽ വർദ്ധിക്കുന്ന സമയമാണ്. സ്വീകാര്യത, പ്രശസ്തി എന്നിവ, അംഗീകാരങ്ങൾ എന്നിവ നേടിയെടുക്കുവാൻ സാധ്യത കൂടുതലുള്ള സമയമാകുന്നു. അതിനാൽ പൊതുവെ നിങ്ങൾക്ക് അനുകൂലമാണ് സമയം. തർക്കമുള്ള വ്യക്തികളുമായി ബന്ധപ്പെട്ട് നിങ്ങളുടെ ജീവിതത്തിൽ അത്തരം തർക്കങ്ങൾ ഒഴിവാക്കി മുന്നോട്ട് പോകുവാൻ സാധിക്കും. കൂടാതെ ഈ സമയം നിങ്ങളുടെ ജീവിതത്തിൽ ഭാഗ്യം അനുകൂലമല്ലാതിരുന്നു എങ്കിൽ അത് അനുകൂലമാകുന്നതായ സമയമാണ്. കൂടാതെ ഈ സമയം അപകട സാധ്യതകൾ അല്പം കുറയുന്നതായ സമയം തന്നെയാകുന്നു. കൂടാതെ ഈ സമയം നിങ്ങളുടെ ജീവിതത്തിൽ കലഹങ്ങൾ തുടങ്ങിയ കാര്യങ്ങൾ ഒഴിഞ്ഞു പോകുന്നു എന്നതും വാസ്തവമാണ്. കൂടാതെ ഈ സമയം ജോലി ലഭിക്കാനുള്ള സാധ്യതകൾ കൂടുതൽ തന്നെയാകുന്നു. കൂടാതെ ഈ സമയം ഉന്നത വിദ്യാഭ്യാസത്തിന് അനുകൂലമാണ് സമയം. കൂടാതെ സ്വത്തുക്കളുമായി ബന്ധപ്പെട്ട് അനുകൂലമായ ഫലങ്ങൾ വന്നു ചേരാം. വ്യവഹാരങ്ങളുമായി ബന്ധപ്പെട്ട് അനുകൂലമായ ഫലങ്ങൾ ജീവിതത്തിലേക്ക് കടന്നു വരുന്ന സമയമാണ് എന്ന് തന്നെ പറയാം. മറ്റൊരു നക്ഷത്രമായി പരാമർശിക്കുന്നത് മകയിരം നക്ഷത്രമാണ്. മകയിര നക്ഷത്രക്കാർക്ക് പൊതുവെ ദോഷകരമായിരുന്ന സമയമാണ്. എന്നിരുന്നാൽ പോലും ഇപ്പോൾ അതെല്ലാം മാറുന്നതായ സമയമാണ്. ഇടവമാസം ഇവർക്ക് അനുകൂലമാണ് എന്ന് തന്നെ പറയാം. അനുകൂലമായ ഫലങ്ങളാണ് നിങ്ങളുടെ ജീവിതത്തിലേക്ക് കടന്നു വരുന്നത്. പ്രധാനമായും ബിസിനസ്സുമായി ബന്ധപ്പെട്ട നേട്ടങ്ങൾ, അനുകൂലമായ സാഹചര്യങ്ങൾ ജീവിതത്തിലേക്ക് കടന്നു വരിക, ധനപരമായ നഷ്ടങ്ങൾ ഒഴിഞ്ഞു പോവുക, തൊഴിൽപരമായ പ്രശ്നങ്ങൾ ഒഴിഞ്ഞു പോവുക, കൂടാതെ ജീവിതത്തിലെ തർക്കങ്ങൾ, കലഹങ്ങൾ എന്നിവ ഒരു പരിധി വരെ ഒഴിഞ്ഞു പോകുന്നതുമാണ്. ഇത്തരം കാര്യങ്ങൾ നിങ്ങളുടെ ജീവിതത്തിൽ അനുകൂലമായി ഭവിക്കും. ഭാഗ്യം തുണയ്ക്കും. തടസ്സങ്ങൾ ഒഴിവാക്കി മുന്നോട്ട് കുതിക്കുവാൻ സാധിക്കും. കൂടാതെ ഈ സമയം നിങ്ങൾ ആഗ്രഹിക്കുന്ന പല കാര്യങ്ങളും വാങ്ങുവാൻ അല്ലെങ്കിൽ നേടിയെടുക്കുവാൻ സാധിക്കും. തൊഴിൽ ലഭിക്കുവാനും തൊഴിൽപരമായി നേട്ടങ്ങൾ കൊയ്യുവാനും സാധിക്കും. കലാപ്രവർത്തകർക്കും അനുകൂലമാണ് സമയം. എന്നാൽ ശ്രദ്ധയോടെ തന്നെ മുന്നോട്ട് പോകണം എന്ന കാര്യം ഓർക്കേണ്ടതായിട്ടുണ്ട്. ബിസിനസ്സുമായി ബന്ധപ്പെട്ടും ഭൂമിയുമായി ബന്ധപ്പെട്ട് ലാഭം വന്നു ചേരുക തുടങ്ങിയ കാര്യങ്ങൾ സംഭവിക്കാം. വിദ്യാർത്ഥികൾക്ക് ഉന്നതമായ വിദ്യാഭ്യാസവുമായി ബന്ധപ്പെട്ടും അനുകൂലമായ ഫലങ്ങൾ വന്ന് ചേരുന്നതായ സമയം എന്ന് നിസ്സംശയം പറയാം. ഇഷ്ടദേവതയെ പ്രാർത്ഥിച്ച് മുന്നോട്ട് പോവുക. പ്രത്യേകിച്ചും വിഷ്ണു ഭഗവാനെയും ലക്ഷ്മി ദേവിയെയും ആരാധിക്കുക. മറ്റൊരു നക്ഷത്രമായി പരാമർശിക്കുന്നത് ഉത്രം നക്ഷത്രമാണ്. ഉത്തര നക്ഷത്രക്കാർക്ക് സന്തോഷാനുഭവങ്ങൾ വർദ്ധിക്കുന്നതായ സമയം. ഈ സമയം നിങ്ങളുടെ ജീവിതത്തിലേക്ക് പ്രധാനമായും അംഗീകാരങ്ങൾ തേടിയെത്തുവാനുള്ള സാധ്യതകൾ കൂടുതൽ തന്നെയാകുന്നു. ശത്രുക്കളുമായി ബന്ധപ്പെട്ട് ഉണ്ടായിരുന്ന പലവിധ ദോഷങ്ങളെ പ്രതിരോധിച്ച് മുന്നോട്ട് പോകുവാൻ സാധിക്കും. കൂടാതെ പലവിധ സംരംഭങ്ങൾ നിങ്ങൾക്ക് അനുകൂലമായി ഭവിക്കും. എന്നിരുന്നാലും തുടക്കത്തിലെ ചില പ്രശ്നങ്ങൾക്ക് സാധ്യത കൂടുതലാകുന്നു. ഈ സമയം ഇഷ്ടദേവതയെ പ്രാർത്ഥിച്ച് മുന്നോട്ട് പോവുക. കാര്യങ്ങൾ അനുകൂലമായി തീരും. തൊഴിലില്ലാത്ത വ്യക്തികളാണ് എങ്കിൽ തൊഴിൽ ലഭിക്കാനുള്ള സാധ്യതകൾ കൂടുതൽ തന്നെയാകുന്നു. സാമ്പത്തികപരമായ ഉയർച്ച നേടുവാൻ സാധിക്കുന്നതായ സമയമാകുന്നു. ഊഹ കച്ചവടവുമായി ബന്ധപ്പെട്ട്
വളരെയധികം നേട്ടങ്ങൾ സ്വന്തമാക്കുവാൻ സാധിക്കും എന്ന് തന്നെ പറയാം. ഗൃഹനിർമ്മാണം പൂർത്തീകരിക്കുവാൻ നിങ്ങൾക്ക് സാധിക്കും. കൂടാതെ വിവാഹാലോചനകൾ നീളുവാനുള്ള സാധ്യതകൾ കൂടുതൽ തന്നെയാകുന്നു. കുടുംബാംഗങ്ങളുമൊത്ത് അനുകൂലമായ യാത്രകൾ, സന്തോഷകരമായ യാത്രകൾക്ക് സാധ്യത കൂടുതലാകുന്നു. ദാമ്പത്യ ജീവിതത്തിൽ ചെറിയ പ്രശ്നങ്ങൾ വന്നു ചേരും. എന്നിരുന്നാൽ പോലും അത് തരണം ചെയ്ത് മുന്നോട്ട് പോകുവാനും ശാന്തി വന്നു ചേരുവാനും സാധ്യത കൂടുതലാകുന്നു. മനക്ലേശങ്ങളുണ്ട് എങ്കിലും അത് പരിഹരിക്കുവാൻ സാധിക്കും. അതിനാൽ ഇത്തരത്തിലുള്ള കാര്യങ്ങൾ ഒഴിഞ്ഞ് പോകും എന്ന് തന്നെയാണ് ഫലം. കൂടാതെ ഈ സമയം ധനപരമായ നേട്ടങ്ങൾ, ബിസിനസ് പരമായ നേട്ടങ്ങൾ വന്നു ചേരാം. എന്ത് കാര്യവും ശ്രദ്ധയോടെ തന്നെ മുന്നോട്ട് കൊണ്ടുപോകണം എന്ന കാര്യം ഓർക്കേണ്ടതായിട്ടുണ്ട്. അതല്ല എങ്കിൽ നിങ്ങൾക്ക് നഷ്ടങ്ങൾ സംഭവിക്കാനുള്ള സാധ്യതകൾ കൂടുതൽ തന്നെയാകുന്നു. വിദ്യാർത്ഥികളുമായി ബന്ധപ്പെട്ടും അനുകൂലമായ ഫലങ്ങൾ വന്ന് ചേരുന്നതായ സമയം തന്നെയാകുന്നു. ഈ സമയം തീർച്ചയായും നിങ്ങൾക്ക് ശുഭകരമായ ഫലങ്ങൾ വന്നു ചേരും എന്ന കാര്യം നിസ്സംശയം പറയാം. മറ്റൊരു നക്ഷത്രമായി പരാമർശിക്കുന്നത് ചോതി നക്ഷത്രമാണ്. ചോതി നക്ഷത്രക്കാരെ സംബന്ധിച്ചിടത്തോളം അനുകൂലമായ ഫലങ്ങൾ ജീവിതത്തിലേക്ക് കടന്ന് വരുന്നതായ സമയമാകുന്നു. പുതിയ ആശയങ്ങൾ നിങ്ങളുടെ ജീവിതത്തിലേക്ക് കടന്നു വരും. അത് നിങ്ങളുടെ ജീവിതത്തിൽ ആവിഷ്കരിക്കുവാൻ ശ്രമിച്ചുകൊണ്ടേ ഇരിക്കും എന്നതാണ് വാസ്തവം. കൂടാതെ ഈ സമയം ആശയവിനിമയവുമായി ബന്ധപ്പെട്ട് അനുകൂലമായ ഫലങ്ങൾ വന്നു ചേരും. തടസ്സങ്ങളുണ്ട് എങ്കിൽ അത് പരിഹരിച്ച് മുന്നോട്ട് പോകുവാൻ സാധിക്കും. കൂടാതെ ഈ സമയം പല രീതിയിലുള്ള പ്രശ്ന പരിഹാരവുമായി ബന്ധപ്പെട്ട് നിങ്ങൾക്ക് അനുകൂലമായ ഫലങ്ങൾ വന്നു ചേരാം. കൂടാതെ കച്ചവടവുമായി ബന്ധപ്പെട്ട് അനുകൂലമായ ഫലങ്ങൾ വന്നു ചേരും. പ്രശ്ന പരിഹാരം നിങ്ങളുടെ ജീവിതത്തിലേക്ക് കടന്നു വരും എന്ന കാര്യം ഓർക്കുക. കൂടാതെ ഈ സമയം കരാർ പണികൾ നിങ്ങൾക്ക് അനുകൂലമായി ഭവിക്കും. ഉദ്യോഗസ്ഥർക്ക് അനുകൂലമായ ഫലങ്ങൾ ജീവിതത്തിലേക്ക് കടന്ന് വരുന്നതായ സമയം തന്നെയാകുന്നു. കൂടാതെ അന്യനാട്ടിൽ നിന്നും ജന്മനാട്ടിലേക്ക് സ്ഥലം മാറ്റം ലഭിക്കാനുള്ള സാധ്യതകൾ കൂടുതൽ തന്നെയാകുന്നു. സർക്കാരുമായി ബന്ധപ്പെട്ടുള്ള വ്യവഹാരങ്ങളുമായി ബന്ധപ്പെട്ട് അനുകൂലമായ തീർപ്പ് വന്നു ചേരുവാനുള്ള സാധ്യതകൾ കൂടുതൽ തന്നെയാകുന്നു. കൂടാതെ ഈ സമയം പ്രതീക്ഷിച്ച രീതിയിലുള്ള സഹായധനം ലഭിക്കാനുള്ള സാധ്യതകൾ കൂടുതൽ തന്നെയാകുന്നു. ദാമ്പത്യ ജീവിതത്തിൽ പല രീതിയിലുള്ള സംതൃപ്തി വന്നു ചേരുവാനുള്ള സാധ്യതകളുണ്ട്. സാമ്പത്തികപരമായ ഞെരുക്കമുണ്ട് എങ്കിൽ തീർച്ചയായും അയവ് വന്ന് ചേരുന്നതായ സമയം കൂടിയാകുന്നു. ഈ സമയം തീർച്ചയായും നിങ്ങൾക്ക് ശുഭകരമായ രീതിയിൽ മുന്നേറ്റം കൈവരിക്കുവാൻ സാധിക്കും എന്ന് തന്നെ പറയാം. പല രീതിയിലുള്ള അനുകൂലമായ ഫലങ്ങൾ ജീവിതത്തിലേക്ക് കടന്നു വരും. ഈ സമയം തീർച്ചയായും നിങ്ങൾക്ക് പല വ്യക്തികളിൽ നിന്നും സുഹൃത്തുക്കളിൽ നിന്നും അനുകൂലമായ കാര്യങ്ങൾ വന്നു ചേരാം. ജോലി ലഭിക്കാനുള്ള സാധ്യതകളുണ്ട്. പല രീതിയിലുള്ള തടസ്സങ്ങൾ ഒഴിഞ്ഞു പോകാം. ദാമ്പത്യ ജീവിതത്തിലെ പ്രശ്നങ്ങൾ പരിഹരിക്കുവാൻ സാധിക്കും. അത്തരം പ്രശ്നങ്ങളും ഒരു പരിധിവരെ ഒഴിഞ്ഞു പോകുന്നതാണ്. ധനപരമായ പ്രയാസങ്ങൾ, അത്തരം ബുദ്ധിമുട്ടുകൾ ഒരു പരിധിവരെ ഒഴിഞ്ഞു പോകുന്നു എന്ന കാര്യവും ഓർക്കുക. ഈ മാസം പൊതുവെ നിങ്ങൾക്ക് പൊതുഫലപ്രകാരം അനുകൂലമാണ് എന്ന് തന്നെ പറയാം. ഈ സമയം നിങ്ങൾക്ക് തീർച്ചയായും ഒരു വ്യക്തിയുമായി ബന്ധപ്പെട്ട് ശുഭകരമായ ഫലങ്ങൾ ജീവിതത്തിലേക്ക് കടന്നു വരാൻ സാധ്യത വളരെ കൂടുതൽ തന്നെയാകുന്നു. ശ്രദ്ധയോടെ തന്നെ മുന്നോട്ട് പോവുക. ഈ സമയം ഇഷ്ടദേവതയെ പ്രാർത്ഥിക്കുന്നതും മഹാവിഷ്ണു ഭഗവാനെയും ലക്ഷ്മി ദേവിയെയും ആരാധിക്കുന്നതും ശുഭകരം തന്നെയാകുന്നു. മറ്റൊരു നക്ഷത്രമായി പരാമർശിക്കുന്നത് വിശാഖം നക്ഷത്രമാകുന്നു. വിശാഖം നക്ഷത്രക്കാരെ സംബന്ധിച്ചിടത്തോളം ഇത് അനുകൂലമായ ഒരു സമയമാണ് എന്ന് തന്നെ പറയാം. കാരണം ഈ സമയം നിങ്ങളുടെ ജീവിതത്തിലേക്ക് അനുകൂലമായ ഫലങ്ങൾ കടന്ന് വരുന്നതായ സമയമാണ്. ഈ സമയം തീർച്ചയായും നിങ്ങൾക്ക് സാമ്പത്തികപരമായ കാര്യങ്ങളിൽ ശ്രദ്ധ പുലർത്തേണ്ടതായ ഒരു സമയമാണ് എന്ന് പറയാം. ധനപരമായ നേട്ടങ്ങൾ വന്നു ചേരും. എന്നിരുന്നാൽ പോലും ധനപരമായ നഷ്ടങ്ങൾക്കുള്ള സാധ്യതയും ഈ സമയം പ്രതീക്ഷിക്കാവുന്നതാണ്. അതിനാൽ അത്തരം കാര്യങ്ങളിൽ ശ്രദ്ധ പുലർത്തി മുന്നോട്ട് പോകേണ്ടത് അനിവാര്യം തന്നെയാകുന്നു. കൂടാതെ ഈ സമയം വിദ്യാർത്ഥികൾക്ക് ഉയർന്ന വിദ്യാഭ്യാസവുമായി ബന്ധപ്പെട്ടും അനുകൂലമായ അവസരങ്ങൾ വന്നു ചേരാം. വിവാഹവുമായി ബന്ധപ്പെട്ട് അല്ലെങ്കിൽ വിവാഹം ആലോചിക്കുന്ന വ്യക്തികൾക്ക് അനുകൂലമായ ചില ഫലങ്ങൾ വന്നു ചേരാം. വിദേശത്ത് ജോലി ചെയ്യുന്നവർക്ക് നാട്ടിലേക്ക് തിരിച്ചെത്തുവാൻ, ലീവുമായി ബന്ധപ്പെട്ടോ അല്ലെങ്കിൽ മറ്റു കാര്യങ്ങളാലോ നാട്ടിലേക്ക് തിരിച്ചെത്തുവാനുള്ള അവസരങ്ങൾ വന്നു ചേരും. പല രീതിയിലുള്ള തടസ്സങ്ങൾ പല കാര്യങ്ങളുമായി ബന്ധപ്പെട്ട് ഉണ്ട് എങ്കിലും അത്തരം കാര്യങ്ങൾ ഒഴിഞ്ഞു പോകും. അപകട സാധ്യത ഒഴിഞ്ഞു പോകുന്നതായ സമയമാണ്. കൂടാതെ ഈ സമയം സുഹൃത്തുക്കളുമായി ബന്ധപ്പെട്ടും അനുകൂലമായ ചില ഫലങ്ങൾ വന്നു ചേരാം. ഈ സമയം തീർച്ചയായും പല വ്യക്തികളും
നിങ്ങളെ പല കാര്യങ്ങളുമായി ബന്ധപ്പെട്ട് നിരുത്സാഹപ്പെടുത്തുന്നതാണ്. അത്തരം കാര്യങ്ങൾ ശ്രദ്ധയോടെ തന്നെ നിങ്ങൾ നോക്കി മുന്നോട്ട് പോകേണ്ടതാകുന്നു. ഈ സമയം തീർച്ചയായും ഏതൊരു കാര്യവും ശ്രദ്ധയോടെ ചെയ്തില്ല എങ്കിൽ ദോഷകരമായ ഫലങ്ങൾ വന്നു ചേരും എന്ന കാര്യം ഓർക്കുക. അതല്ല എങ്കിൽ ദോഷകരമായ ഫലങ്ങൾ തന്നെ ജീവിതത്തിലേക്ക് കടന്നു വരും. അതിനാൽ ശ്രദ്ധയോടെ തന്നെ മുന്നോട്ട് പോവുക. ഈ സമയം പൊതുവെ ധനപരമായ നേട്ടങ്ങൾക്ക് സാധ്യത കൂടുതലുള്ള സമയം തന്നെയാകുന്നു. അനുകൂലമായ ഫലങ്ങൾ പ്രതീക്ഷിക്കാം എന്ന് തന്നെ പറയാം. മറ്റൊരു നക്ഷത്രമായി പരാമർശിക്കുന്നത് മൂലം നക്ഷത്രമാകുന്നു. മൂലം നക്ഷത്രക്കാരെ സംബന്ധിച്ചിടത്തോളം അനുകൂലമായ ഫലങ്ങൾ ജീവിതത്തിലേക്ക് കടന്ന് വരുന്നതായ സമയമാണ്. ഈ സമയം തീർച്ചയായും നിങ്ങൾക്ക് അനുകൂലമായ ചില കാര്യങ്ങൾ സംഭവിക്കും എന്ന് തന്നെ പറയാം. പ്രധാനമായും ഈ സമയം പദവികൾ ലഭിക്കാനുള്ള സാധ്യതകൾ വളരെ കൂടുതലാകുന്നു. പ്രമോഷൻ നിങ്ങൾക്ക് അനുകൂലമായി ഭവിക്കുവാനുള്ള സാധ്യതകൾ കൂടുതൽ തന്നെയാണ്. കൃത്യമായി തന്നെ ആസൂത്രണത്തിലൂടെയും അധ്വാനത്തിലൂടെയും മുന്നോട്ട് പോകുവാൻ സാധിക്കും. കൂടാതെ മറ്റുള്ളവർക്ക് ദുഷ്കരമായി തോന്നുന്ന പല രീതിയിലുള്ള കാര്യങ്ങളും നിങ്ങൾക്ക് അനുകൂലമായി ഭവിക്കാം. കുടുംബവുമായി ബന്ധപ്പെട്ട് പ്രത്യേകിച്ചും സഹോദരങ്ങളുമായി ബന്ധപ്പെട്ട് സഹകരണം മറ്റു രീതിയിലുള്ള പിന്തുണ നിങ്ങൾക്ക് ലഭിക്കാവുന്നതാണ്. ബിസിനസ്സുമായി ബന്ധപ്പെട്ട് വളർച്ച നേടുവാൻ സാധിക്കുന്ന സമയമാണ്. അനുകൂലമാകുന്ന കാര്യങ്ങൾ വന്നു ചേരുന്നതായ സമയം. വായ്പാ തിരിച്ചടവ് നിങ്ങൾക്ക് അനുകൂലമായി ഭവിക്കാം. ഈ സമയം പ്രശ്നങ്ങൾ നിങ്ങൾക്ക് ശരിയായ രീതിയിൽ തന്നെ തരണം ചെയ്ത് മുന്നോട്ട് പോകുവാൻ സാധിക്കും. സാമ്പത്തികപരമായ പല പ്രശ്നങ്ങളും പരിഹരിച്ച് മുന്നോട്ട് പോകുവാൻ സാധിക്കും. ഈ സമയം തീർച്ചയായും നിങ്ങൾക്ക് തൊഴിൽ അന്വേഷണം അനുകൂലമായി ഭവിക്കുന്ന സമയമാണ്. തീർച്ചയായും ജോലി ലഭിക്കാനുള്ള സാധ്യതകളുണ്ട്. കലാകാരന്മാർക്കും ഒരു പരിധിവരെ അനുകൂലമാണ് എന്ന് തന്നെ പറയാം. കൂടാതെ വിവാഹവുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾക്ക് അനുകൂലമായ ഫലങ്ങൾ വന്ന് ചേരാവുന്ന സമയമാണ്. വാഹനങ്ങൾ കൈകാര്യം ചെയ്യുന്നവരാണ് എങ്കിൽ അല്പം ശ്രദ്ധ പുലർത്തണം എന്ന കാര്യം ഓർക്കേണ്ടതായിട്ടുണ്ട്. കൂടാതെ ഈ സമയം നിങ്ങളുടെ ജീവിതത്തിൽ അനുകൂലമെന്ന് വിചാരിക്കുന്ന ചില കാര്യങ്ങളിൽ നിങ്ങളുടെ അശ്രദ്ധ മൂലം നഷ്ടങ്ങൾ സംഭവിക്കാവുന്നതാണ്. അതിനാൽ അത്തരം കാര്യങ്ങളിൽ ശ്രദ്ധ പുലർത്തേണ്ടതാകുന്നു. പൊതുവെ നോക്കുകയാണ് എങ്കിൽ പല രീതിയിലുള്ള തടസ്സങ്ങൾ ഒഴിഞ്ഞു പോവുകയും ധനപരമായ പ്രയാസങ്ങൾ ഒരു പരിധിവരെ ഒഴിഞ്ഞു പോകുന്നതായ സമയമാണ്. ഈ സമയം തീർച്ചയായും നിങ്ങൾക്ക് അനുകൂലമായ ഫലങ്ങൾ ഒന്നിനു പുറകെ ഒന്നായി വരുന്നതാകുന്നു. ബിസിനസ്സുമായി ബന്ധപ്പെട്ടും ലാഭം പ്രതീക്ഷിക്കാം. ഈ സമയം പ്രത്യേകിച്ചും ഇഷ്ടദേവതയെയും വിഷ്ണു ഭഗവാനെയും ലക്ഷ്മി ദേവിയെ കൂടി ആരാധിച്ച് മുന്നോട്ട് പോവുക. ഈ ദേവതാ ക്ഷേത്രങ്ങളിൽ കൂടി ദർശനം നടത്തുവാൻ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതാകുന്നു.